എല്ലാവർക്കും തിരക്കാണ്. ഈ തിരക്കുള്ള ജീവിതത്തിൽ അല്പമെങ്കിലും ഉല്ലസിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്താറുണ്ടോ? ഇല്ലെങ്കിൽ അതിനുള്ള സമയം ഇത് ആരംഭിക്കുന്നു. 60 മിനിറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലെ കാർഡിനൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൃക്കാക്കരയിൽ നിന്നുള്ള 4 മിടുക്കരാണ് ഇന്നത്തെ 60 മിനിറ്റ്സിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ അഞ്ജലി കൃഷ്ണ, കാർഡിനൽ HSSലെ +2 സ്റ്റുഡന്റ് ആണ്. ഞാൻ ഷപ്ന, കാർഡിനൽ HSSലെ +2 സ്റ്റുഡന്റ് ആണ്. ഞാൻ ഹാരിസ്, കാർഡിനൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. ഞാൻ ബിനോ ബാബു, കാർഡിനൽ ഹയർ സെക്കൻഡറിയിലെ +1 വിദ്യാർത്ഥിയാണ്. നിങ്ങളെ 4 പേരെയും വളരെ സന്തോഷപൂർവ്വം 60 മിനിറ്റ്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എനിക്കറിയാം കാർഡിനൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏറ്റവും മിടുക്കരായ 4 വിദ്യാർത്ഥികളാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് വളരെ ഗംഭീരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ആയിരിക്കില്ലേ? അപ്പോൾ നമുക്ക് ആരംഭിക്കാം, അടിച്ചു പൊളിക്കാം. 60 മിനിറ്റ്സിൻ്റെ ആദ്യ റൗണ്ടിലേക്ക് കടക്കാം. ഫ്രെയിം ടു ഫ്രെയിം. ഫ്രെയിം ടു ഫ്രെയിമിൽ നിങ്ങളുടെ ഒബ്സർവേഷനാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് 4 പേർക്കും ഒരു കോമഡി സീൻ മോണിറ്ററിൽ കാണാൻ സാധിക്കും. അതിനെ തുടർന്ന് ഞാൻ 4 ചോദ്യങ്ങൾ ചോദിക്കും. 4 എണ്ണത്തിനും ശരിയുത്തരം നൽകിയാൽ 20 പോയിന്റുകൾ വരെ നേടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും 20 പോയിന്റുകൾ തന്നെ ലഭിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് ആരംഭിക്കാം. ഈ റൗണ്ട് ആരംഭിക്കുന്നത് അഞ്ജലിയിലാണ്. അഞ്ജലി റെഡിയാണോ? നമുക്ക് മോണിറ്ററിലേക്ക് നോക്കാം. ഒരു മിനിറ്റ് സ്വൈര്യം തരില്ല. പ്രൊഡ്യൂസർ സോന ബാലൻ സ്പീക്കിംഗ്. ആ, താനായിരുന്നു. ഞാൻ വിചാരിച്ചു പണം കൊടുക്കാനുള്ള വല്ലവരും ആണെന്ന്. ലാസ്റ്റ് പടം പൊട്ടി, അറിഞ്ഞില്ലായിരുന്നോ? ഇപ്പൊ കോമഡി ട്രെൻഡാണെന്ന് പറഞ്ഞ് എല്ലാ മിമിക്രിക്കാരും വെച്ചൊരു പടം എടുത്തു. ദാ കിടക്കുന്നു. ഇപ്പൊ കടക്കാരെ വിളിക്കുമ്പോൾ ഞാൻ മിമിക്രി കാണിക്കുക. സോനാ ബാലൻ അല്ലല്ലോ, സോനാ ബാലൻ ഇല്ലല്ലോ. അബ്ദുള്ളേ, ആരോ വന്നിട്ടുണ്ട്. ആ മാർവാടി മുകേഷ് കുറച്ച് രൂപ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിരുന്നു. അയാളായിരിക്കും. ഗുഡ് മോർണിംഗ് സർ. താൻ ഇന്നലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലേ രായപ്പ, അടുത്തൊന്നും പടം എടുക്കുന്നില്ല, ചാൻസ് ചോദിച്ചു വരണ്ടെന്ന്. അത് ഇന്നലെയല്ലേ സാർ, ഇന്ന് ചിലപ്പോൾ തീരുമാനം മാറിയാലോ. ഭഗവാനെ, ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു വേഷത്തിന് വേണ്ടി ഞാൻ എത്ര തവണ സാറിൻ്റെ അടുത്ത് വന്നു. എന്നെ കൊല്ലാക്കൊല ചെയ്യാതോടെ രാജപ്പ. എൻ്റെ മിമിക്രി പടം പൊട്ടി. പുതിയതെന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് വെച്ചാൽ നല്ലൊരു കഥ വേണ്ടേ, തിരക്കഥ വേണ്ടേ? ദയവ് ചെയ്ത് താൻ ഇനി എന്നെ കാണാൻ വരരുത്. അപ്പോൾ ഞാൻ നാളെ. അഞ്ജലി കണ്ടോ? നന്നായിട്ട് ഒബ്സർവ് ചെയ്തോ? കണ്ടു. അഞ്ജലി ഏതാ +2ൽ ഏത് ടോപ്പിക്കാ പഠിക്കുന്നത്? ബയോമാത്സ് ആണ്. അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ടാവും. അത്യാവശ്യം. അപ്പോൾ ഇത് ഏത് സിനിമയാണെന്ന് മനസ്സിലായോ? അറിയില്ല. ഉദയനാണ് താരം എന്ന സിനിമയാണ്. സിനിമ കാണാറുണ്ടോ? കുറവാണ്. എന്നാലും കണ്ട ഇഷ്ടമുള്ളൊരു സിനിമയുടെ പേര് പറഞ്ഞു ആദ്യമേ. സ്ഫടികമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് വളരെ പഴയ പടമാണ്. അപ്പോൾ പുതിയ പടങ്ങളൊക്കെ കാണണം. കാണാറുണ്ട്. അതായത് +2ന്റെ പഠനത്തിന്റെ തിരക്കിലായതുകൊണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. കൊച്ചിൻ ഹനീഫ പറയുന്ന മാർവാടിയുടെ പേരെന്താണ്? മാർവാടി മുകേഷ്. വെരി ഗുഡ്, റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം. കൊച്ചിൻ ഹനീഫ ആരോടാണ് ഫോണിൽ സംസാരിക്കുന്നത്? അബ്ദുള്ള. റൈറ്റ് ആൻസർ, വണ്ടർഫുൾ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ടെലിഫോണിന്റെ കളർ എന്താണ്? റെഡ് തന്നെയാണോ? ആണ്. മാറ്റി പറയരുത്. ഓക്കെ, ചുവപ്പ് ശരിയായ ഉത്തരമാണ്. നാലാമത്തെ ചോദ്യം. കൊച്ചിൻ ഹനീഫ തോളത്തിട്ടിരിക്കുന്ന ടവലിന്റെ കളർ എന്താണ്? യെല്ലോ. വണ്ടർഫുൾ. 4 ശരി ഉത്തരങ്ങളാണ് അഞ്ജലി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൗണ്ട് നിങ്ങൾ എല്ലാവരും കലക്കും എന്നെനിക്ക് ഉറപ്പായിരിക്കുകയാണ്. അഞ്ജലി 20 പോയിന്റുകൾ സ്വന്തമാക്കുന്നു. അഭിനന്ദനങ്ങൾ. ഫ്രെയിം ടു ഫ്രെയിം റൗണ്ടിൽ അടുത്ത അവസരം വരുന്നത് ഷപ്നയ്ക്കാണ്. ഷപ്ന, ഇതുപോലെ തന്നെ 20 പോയിന്റുകളും നേടണം. മോണിറ്റർ ശ്രദ്ധിക്കാം. അസല് മെഴുക്കുരട്ടി, ചമ്മന്തി ഗംഭീരം, കിടിലൻ സാമ്പാർ, ഇടിവെട്ട് അച്ചാറ്. ഇവളൊരു സൂപ്പർ സ്റ്റാർ തന്നെ. അല്ല, മാമൻ എവിടെ? മാമൻ ആകാശത്ത്. അമ്പിളി മാമനല്ലേ? മാമൻ വലിയ തമാശക്കാരനാ. അതേടാ, ഞാൻ ജോക്കറാ. നിങ്ങൾ കഴിക്കുന്നില്ലേ? നമ്മൾ കഴിക്കാനല്ലല്ലോ അവളതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കേട്ടാ മാമ? ഓ, ഇത് നല്ല ബെസ്റ്റ് ഫുഡാ. പണിയെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന് വേറെ ആളല്ലേ, അതുകൊണ്ടാ ഇത്ര ടേസ്റ്റ്. അല്ല, ഇത് ഉണ്ടാക്കിയാളുടെ കൈപ്പുണ്യേ
എന്തായാലും ഇവിടെ കിട്ടുന്നവന്റെ വയറ്റ് ബാക്കിയാ. അത് ശരി. അപ്പൊ നിന്റെ ഉദ്ദേശം? അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോണം. അമ്മാവാ, നമുക്ക് ഇവിടെ നല്ലൊരാളുടെ കൈ പിടിച്ചേപ്പിക്കണം. എഴുന്നേക്കടാ. നിങ്ങൾ എന്തായി പറയണേ? ഊണ് കഴിച്ചോണ്ടിരിക്കുന്ന ചെറുക്കനെ നീ ഊട്ടിക്കോ. ഇവൻ ആളാരെന്ന് നിനക്കറിയാവോ? സ്വന്തം അമ്മാവന്റെ മോളെ കെട്ട സ്ത്രീധനമായിട്ട് മോട്ടോർ സൈക്കിൾ ചോദിച്ചവനാ. മോട്ടോർ സൈക്കിളാ? ഞാനാ? ഇല്ലടാ, നീ പറഞ്ഞില്ലടാ. ഇവൻ പറഞ്ഞു, നീ പറഞ്ഞില്ലടാ. അല്ല, അത് ഞാൻ എൻ്റെ ഒരു കല്യാണമാകുമ്പോ എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് കരുതി. നമുക്കൊരു അന്തസ്സൊക്കെ ഇല്ലേ? അന്തസ്സ ഇവന്റെ അടുത്താ. 10ാം ക്ലാസ്സിൽ 2 കൊല്ലം തോറ്റ ഇവന്റെ അടുത്താ. ഉള്ള ചുമര് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് വൃത്തികേടാക്കണേ ഇവന്റെ അടുത്താ. ഇവിടെ നല്ല വേറെ പയ്യന്മാരെ കിട്ടാത്തോണ്ടല്ല, ഇവിടെ തങ്ങിന്ന് പറയുന്ന പാർവതി ഉണ്ടല്ലോ, ഈ ശിവനെ കെട്ടൂന്ന് പറഞ്ഞ ഒറ്റക്കാലി തപസ് ചെയ്തോണ്ടാ. ശിവമോൻ പറഞ്ഞത് സത്യം തന്നെയാ. ഇവിടെ ഒന്നായി വൃത്തികെട്ട മനുഷ്യൻ ചോറിനാ സമ്മതിക്കൂല. ഷബ്ന, ഏത് സിനിമയാണ് കണ്ടത്? രസികൻ. അപ്പൊ നന്നായിട്ട് സിനിമയെ കുറിച്ച് ഗ്രാഹ്യമുണ്ട്. തീരില്ലേ? അപ്പൊ ഈ സിനിമ കണ്ടതാണോ? ഈ സിനിമ കണ്ടു. അത് മതി. ഇതിന് എന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ ഒരു തവണ കണ്ടു, ഇപ്പൊ രണ്ടാമത് ഒരു തവണയും കൂടി ഇവിടെയും കണ്ടിരിക്കുക. ദിലീപിന്റെ അമ്മായിയായി അഭിനയിക്കുന്ന നടിയുടെ പേരെന്താണ്? അറിയില്ല. അംബിക മോഹൻ എന്നാണ് ആ നടിയുടെ പേര്. രണ്ടാമത്തെ ചോദ്യം എന്തായാലും പറയാൻ സാധിക്കട്ടെ. ദിലീപ് 4ാമത് എന്ത് കറിയുടെ പേരാണ്, എന്ത് പറഞ്ഞാണ് പുകഴ്ത്തുന്നത്? ഒരു കുറെ കറികൾ പറയും, 4ാമത് പറയുന്നത്. ആദ്യം പറഞ്ഞത് ചമ്മന്തി. അല്ല, എനിക്ക് വേണ്ട, 4ാമത്തത് മാത്രം മതി. അച്ചാറ്. അതിന് മുമ്പിലൊരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്, എങ്കിലും സ്വാദുള്ള അച്ചാർ. സ്വാദല്ല, ഇപ്പോഴത്തെ പുതിയ ട്രെൻഡി ആയിട്ടുള്ളൊരു സ്പൈസി അച്ചാർ. എന്തായാലും അച്ചാറെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ മാർക്ക് തരാണ്. ഇടിവെട്ട് അച്ചാർ എന്നാണ് പറഞ്ഞത്. ഓക്കെ. 3ാമത്തെ ചോദ്യം ഇതാണ്. സിദ്ധാർത്ഥിന്റെ ബാക്കിലിരിക്കുന്ന മഗ്ഗിന്റെ കളർ എന്താണ്? ഒരു മഗ് കണ്ടിരുന്നു, നന്നായിട്ട് ഒബ്സർവ് ചെയ്തെങ്കിൽ. റെഡ് ആണോ? റെഡ് അല്ല, ഓറഞ്ച് ആയിരുന്നു ശരിയായ ഉത്തരം. 4ാമത്തെ ചോദ്യം ഇതാണ്. ദിലീപിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? ശിവൻ. ശിവൻ. വെരി ഗുഡ്. അങ്ങനെ 2 ശരി ഉത്തരങ്ങൾ നൽകി 10 പോയിന്റുകൾ ഷബ്ന സ്വന്തമാക്കുന്നു. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൽ അടുത്ത അവസരം വരുന്നത് ഹാരിസിനാണ്. ഹാരിസ്, പെൺകുട്ടികൾ ഇപ്പോൾ നന്നായിട്ട് തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആൺകുട്ടികൾ ആദ്യത്തെ അവസരമാണ്, വിട്ടുകൊടുക്കരുത്. മോണിറ്റർ ശ്രദ്ധിക്കാം. തുറന്നു കൊടുക്ക അങ്ങോട്ട്. നമസ്കാരം. എല്ലാവരും നിപ്പുണ്ട്, അഡ്ജസ്റ്റ് ചെയ്തോ. എല്ലാം നടത്തിത്തരാം. നടത്തിത്തരാന്ന് ചേച്ചി പറഞ്ഞ 100 വട്ടം നടത്തിത്തരും. ആ ചെല്ല് ചെല്ല്, എല്ലാരും കൂടി ചെന്നേ. അണ്ണനോട് കൂടെ തന്നെ. അയ്യോ, ഇതാരൊക്കെയാ നിക്കുന്നേ? സത്യം പറഞ്ഞ ശ്യാമളെ, നീ വിശ്വസിക്കല. ആര് വിശ്വസിക്കല? നീ ശ്യാമള. ശ്യാമളെ ചേച്ചി. അല്ല മാഡം. ആ, അങ്ങനെ വിളിക്കണം. ചേച്ചി എന്ന് വിളിക്കാൻ എനിക്ക് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. അതെ, നിനക്ക് അല്ല, മാഡത്തിന് കുറച്ച് സമ്മാനങ്ങളുമായിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. അച്ചാറ്, മീൻ വറുത്തത്, കണവത്തോരൻ എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് അറിയായിരുന്നു മാഡം ഒരു വലിയ നിലയിലെത്തുന്നത്. ഇവളുടെ ബ്രദറിന് ഒരു ട്രാൻസ്ഫർ വേണം. നടത്തിത്തരാം. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ മാഡത്തിന് നമ്മളോട് നല്ല സ്നേഹം ഉണ്ടെന്ന്. നടത്തിത്തരും. പിന്നെ നടത്തിത്തരും. അവസാനം നടന്ന് നടന്ന് മതിയെന്ന് മാത്രം പറയരുത്. അപ്പൊ കാര്യങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ ചെടി വെട്ടുന്നൊക്കെ കൊള്ളാം. ഇല ഇപ്പുറത്ത് വീണ ചവറപ്പുറത്ത് വീഴും. ഹാരിസേ, ഏത് സിനിമയാണെന്നറിയാമോ? സകുടുംബം ശ്യാമള. ഒരു ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ടോ? അതെന്തിനാ ടെൻഷൻ? എന്തായാലും 20 മാർക്കും നേടാൻ സാധിക്കുന്നതാണ് എനിക്ക് ആ മുഖം കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ സകുടുംബം ശ്യാമളയിലെ കാര്യം തന്നെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ആദ്യത്തെ ചോദ്യം ഇതാണ്. ഉർവശി എത്ര പേരുടെ കയ്യിൽ നിന്നാണ് നിവേദനങ്ങൾ വാങ്ങുന്നത്? അത് നല്ല ഒബ്സർവേഷൻ സ്കില്ലുണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. എണ്ണിയില്ല. എന്നാലും ചുമ്മാ ഒരു നമ്പർ പറയാമല്ലോ. 13. എന്തായാലും തെറ്റാണ്. അതിന്റെ പകുതിയുടെ അടുത്താണ്. 7 ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം. പ്രിയങ്ക 3ാമത് പറയുന്ന സമ്മാനം എന്താണ്? തോരൻ. എന്ത് തോരൻ? പറഞ്ഞോളൂ. കണവത്തോരൻ. കണവത്തോരൻ ശരിയായ ഉത്തരമാണ്. 3ാമത്തെ ചോദ്യം. സഫാരി സ്യൂട്ട് ഇട്ട നടന്റെ പേരെന്താണ്? വളരെ ഫേമസ് ആയിട്ടുള്ളൊരു നടനാണ്. അറിയില്ല. സിനിമ കാണാറില്ല? കുറച്ചേ കാണാറുള്ളൂ. എന്നാലും മഹേഷ് ആണ് ശരിയായ ഉത്തരം. 4ാമത്തെ ചോദ്യം. ജഗദീഷ് ഉപയോഗിക്കുന്ന വാട്ടർ ഷവറിന്റെ കളർ എന്താണ്?
ഒരു ഇളം പച്ച. ഓക്കെ, ഇളം പച്ച കളറാണ് ശരിയായ ഉത്തരമാണ്. അപ്പോൾ 2 ശരിയ ഉത്തരങ്ങൾ നൽകി ഹാരിസ് 10 പോയിന്റുകൾ സ്വന്തമാക്കുന്നു. അഭിനന്ദനങ്ങൾ. ഫ്രെയിം ടു ഫ്രെയിം റൗണ്ടിൽ അവസാന അവസരം ബിനോയ്ക്കാണ്. ബിനോ തകർക്കണം. ഗിരിയണ്ണ, കേസ് പിടിക്കാനോ അപായപ്പെടുത്താനോ ഒന്നും അല്ല ഞാനിപ്പോ വന്നിരിക്കുന്നത്. അപായപ്പെടുത്താൻ നീയോ? അയ്യോ, എന്നെ തല്ലരുത്, ഞാൻ പറയട്ടെ. ഞാനങ്ങനെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. സത്യത്തിൽ ഇവിടെയുള്ള ആ കുട്ടിയെ എനിക്കറിയാം. എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും ആ കുട്ടിയെ അറിയില്ല. നിനക്ക് ശരിക്കറിയാം? എന്താ അവളുടെ പേര്? അഡ്വക്കേറ്റ് റിക്സൽ ഡി ആൽമേഡ മാഗ്ലേ. എന്തെങ്കിലും ഒരിക്കൽ പറഞ്ഞ പാടെ എനിക്കറിയാവൂ. എന്താ നിന്റെ ഉദ്ദേശം? ഗിരിയണ്ണ, അതെ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 7 ദിവസമായി. അതെന്താ, നിനക്ക് വിശപ്പില്ലേ? അയ്യോ, അതുകൊണ്ടല്ല, എനിക്ക് വിശപ്പ് മാത്രമേ ഉള്ളൂ. കാശില്ലാഞ്ഞിട്ടാ. അതെ, ഈ കേസെങ്കിലും തന്നില്ല എങ്കിൽ പിന്നെ എന്നെ നോക്കണ്ട, ഞാൻ പട്ടിണി കിടന്ന് ചത്തോളും. എന്തു പറയുന്നു ഗിരിയണ്ണൻ? കേസ് മാത്രമാക്കണ്ട, നിന്റെ പരിചയക്കാരിയാണെന്നല്ലേ പറഞ്ഞു. അവളെയും കൂടെ തന്നേക്കാൻ. കൊണ്ടുപോയിക്കോ. എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ കൊണ്ട് വളർത്തിയേനെ. ബിനോ +1 വിദ്യാർത്ഥിയാണ്. ഏത് ചോയ്സ് ആണ് എടുത്തിരിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലേ? ഒരുപാട് പ്രാക്ടിക്കൽസും ഒക്കെയുള്ള ടോപ്പിക്സ് ആണ് എല്ലാം. അതെ. അപ്പൊ നല്ല ഒബ്സർവേഷൻ സ്കില്ല് വേണ്ട ആളാണ്. സിനിമ കാണാറുണ്ടോ? കാണാറുണ്ട്. ഉണ്ട്. അപ്പൊ എന്തായാലും ഈ സിനിമ ഏതാണ്? ഡബിൾസ് കണ്ടിട്ടും ഉണ്ടാവും. കണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. സുരാജ് വന്നിറങ്ങിയ സ്കൂട്ടർ ഏതാണ്? ഏത് കമ്പനിയാണ്? ബജാജ്. ബജാജ്. ചേതക്. വെരി ഗുഡ്, റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, സ്കൂട്ടറിന്റെ നമ്പർ എന്താണ്? ഇച്ചിരി പാടാണ്, എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് പറയാമോ? നോക്കിക്കേ. നമ്പർ അറിയില്ല. PY01C0157. ഒരു നീണ്ട നമ്പർ ആയിരുന്നു. സാരമില്ല, അത് പറയാൻ പറ്റാത്തൊരു വലിയ തെറ്റൊന്നുമല്ല. തെറ്റല്ല. ഓക്കെ. മൂന്നാമത്തെ ചോദ്യമാണ്, സലീം കുമാറിന്റെ യൂണിഫോമിൽ എത്ര നക്ഷത്രങ്ങളാണുള്ളത്? 3 നക്ഷത്രമായിട്ട് എങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റുമോ? അതിന് നമുക്കൊരു സെൻസ് വേണ്ടേ? ഇവിടെ 2 വെച്ചാൽ ഇപ്പുറത്ത് എന്ത് തന്നെ വേണം? 2 വേണം. അപ്പം 4 ശരിയായ ഉത്തരം. ഓക്കെ. നാലാമത്തെ ചോദ്യമാണ്, സുരാജിന്റെ ബനിയനിൽ എഴുതിയിരുന്ന നമ്പർ എത്രയാണ്? അറിയില്ല. ഒരു നമ്പർ പറയാൻ അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞുകൂടെ? 9 അല്ല, ഒന്നും കുറയണം. 8 ആണ് ശരിയായ ഉത്തരം. അപ്പോൾ ഏതായാലും ഒരു ശരിയ ഉത്തരം മാത്രമാണ് നൽകിയിരിക്കുന്നത്. സാരമില്ല, നമുക്ക് അടുത്ത റൗണ്ടിൽ അടിച്ചു പൊളിക്കണം. അപ്പോൾ ബെനോയ്ക്ക് 5 പോയിന്റാണ് ലഭിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്.